ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരവിടെ വന്ന് കേറുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളല്ലേ, അത് നീ തന്നെ പരിഹരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതാരെങ്കിലും അറിഞ്ഞ മറക്കണ്ട, ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. കഥ വാട്ട് ഹാപ്പൻഡ്? താനെന്താ വല്ലാതിരിക്കുന്നേ? നത്തിങ് നവീൻ, ഐ ആം ഓക്കേ. എന്റെ സാറേ, മാഡത്തിന് സമ്മതിക്കണം കേട്ടോ. മമ്മിയെ കാണാൻ വന്നോടെ മാഡം ഇംഗ്ലീഷ് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ കളരിക്കലേക്ക് ചെന്നാലോ ഒരു ഇംഗ്ലീഷ് വാക്കുപോലും മാഡത്തിന്റെ വായിന്ന് വരില്ല. ഇതെങ്ങനെയാ മാഡം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ? മാണിക്കുഞ്ഞ് പറഞ്ഞത് ശരിയാണല്ലോ. അത് അവിടെ അമ്മയും മോളും കൂടി ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നത്, അതുകൊണ്ടാ നവീൻ. ശരി ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇത്രയും ഗൗരവമായിട്ട് പൂജയെ കാണുന്ന ഒരാള് മമ്മിയെ കണ്ടപ്പോഴേക്കും അതൊക്കെ മറന്നോ? മറന്നുപോയി എന്നുള്ളത് സത്യമാണ് സാറേ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള മാഡത്തിന്റെ വേഷമാണോ ഇത്? നോക്കിയേ. നെറ്റിയിലെ സിന്ദൂരം വരെ മായ്ച്ചു കളഞ്ഞു. അത് പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോ ചേഞ്ച് ചെയ്യുന്നതാ. അതെ അതെ. ഓക്കെ ഓക്കെ. സത്യത്തിൽ ഇപ്പൊ സംഭവം എന്താണെന്നറിയോ? എനിക്ക് ഭാര്യമാര് രണ്ടുപേരാ. ഒന്ന് സിത്താര മേഡത്തിന്റെ മകൾ ഫാഷനബിൾ ആയ ഗാഥ, മറ്റൊന്ന് കളരിക്കൽ തറവാട്ടിലുള്ള പാവം ഗാഥ. ഇതിലേതാ ഒറിജിനൽ? നവീൻ എന്നെ കളിയാക്കിയതാണോ? അല്ലടോ, ഈ ചേഞ്ച് കാണുമ്പോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? മാണിക്കുഞ്ഞ് ഒന്ന് സ്പീഡിലോട്ടോ. പിന്നെന്താ, അല്ലെങ്കിൽ മിക്കവാറും അടുത്ത വണ്ടിയെടുത്ത് അമ്മ അന്വേഷണത്തിന് ഇറങ്ങും. ആ ഗാഥ, ഇന്നത്തെ നമ്മുടെ പ്രസന്റേഷനിൽ താൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയായിരുന്നു? എടോ വിട്ടുപോയി. എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണം താൻ പൂർണ്ണമായിട്ടും വിട്ടുപോയി. ഒന്ന് ഓർത്ത് പറഞ്ഞേ. എടോ അത് ഏതാണെന്നൊന്ന് ഓർത്ത് പറ. എനിക്കൊന്നും ഓർമ്മയില്ല നവീൻ. എടോ താൻ ഓർത്തെടുത്താൽ അത് കിട്ടും. ഇത്രയും കാര്യങ്ങള് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത ഒരാൾക്ക് അത് ഓർത്തെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടോ? മാഡത്തെ കുറിച്ച് നവീൻ സാർ പറയുന്നത് എന്താണെന്നറിയോ? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നാ. അത്രയ്ക്കാ ഓർമ്മ, അത്രയ്ക്ക് ഷാർപ്പല്ലേ? പിന്നല്ലാതെ. ഓർത്തിട്ട് കിട്ടിയോടോ? ഇല്ല. താൻ മുതിർന്നവരുടെ കാര്യം പറഞ്ഞില്ലേ? അവിടേക്ക് വരുന്ന മക്കളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ വരുന്ന കുട്ടികളുടെ കാര്യം പറയാനായിട്ട് താൻ വിട്ടുപോയി. അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് താൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു? എനിക്കങ്ങോട്ടത് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. പറയൂ മാഡം, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോ എല്ലാം കൂടെ ഓർത്തിരിക്കേണ്ടതല്ലേ? അത് നവീൻ, ഞാൻ പിന്നെ പറയാം. ഓക്കെ ഓക്കെ. മമ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ പെട്ടെന്ന് തട്ടിപ്പറിച്ചതിന്റെ നല്ല പരിഭവം തന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതോ പെട്ടെന്ന് മമ്മിയെ പിരിഞ്ഞു പോകുന്നതിന്റെ ആണോ? എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ കളരിക്കൽ ചെല്ലുമ്പോ നമുക്ക് മാറ്റിയെടുക്കാം. മാഡത്തിന്റെ പരിഭവങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ എന്റെ സാറിനിപ്പോ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എടോ മാണിക്കുഞ്ഞെ, മര്യാദയ്ക്ക് ഞാൻ വണ്ടി ഓടിച്ചേ. വേണ്ട വേണ്ട, ഞാനെല്ലാം കാണുന്നുണ്ട് സാറേ.
ഹലോ മാഡം. നീ എവിടെയാ? ആ, ഞാൻ നവീന്റെ വീട്ടിലുണ്ട്. ഇതുവരെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ, അത് ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോയതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് എന്നെ വിളിച്ച് പറയാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന്. എന്തൊക്കെയാ സംഭവിച്ചെന്ന് നിനക്കറിയോ? ആ, എന്താ മാഡം? ഞാനും ഗാന്ധിയും ഒന്നിച്ച് യാത്ര ചെയ്തോണ്ടിരുന്നപ്പോ പൂജയ്ക്ക് സമയമായെന്ന് പറഞ്ഞിട്ട് നവീൻ വന്ന് അവളെ വിളിച്ചോണ്ട് പോയി. നവീനും ഗാന്ധിയും ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഓ, അയ്യോ മാഡം. അവരവിടെ വന്ന് കേറുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളല്ലേ, അത് നീ തന്നെ പരിഹരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതാരെങ്കിലും അറിഞ്ഞ മറക്കണ്ട, ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. എത്രയും പെട്ടെന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യൂ. മാഡം, ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? ഈശ്വര, എന്താ ചെയ്യേണ്ടെന്ന് ഒരെത്തും പിടിയില്ലല്ലോ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. എടി, ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരും ഇല്ലമ്മേ. ഇത് എന്തിനാ അമ്മ ഇപ്പൊ തിളപ്പിക്കുന്നേ? ഇന്നത്തെ നാഗപൂജയില് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. ഗാഥയുടെ തലയിലൂടെ മഞ്ഞള്, ഇളനീര്, പാല് എല്ലാം ഒഴിക്കണം. അവളുടെ തലയിൽ ഒഴിക്കാനുള്ള പാല ഞാൻ ഈ തിളപ്പിച്ചോണ്ടിരിക്കുന്നെ. അമ്മ എന്താ ഈ പറയുന്നേ? പാലടുപ്പത്ത് തന്നെ ഇറക്കി വെച്ച തണുക്കൂലേ? തണുത്ത പാല് തലേ കൂടെ ഒഴിച്ചാ അവക്ക് എന്ത് സംഭവിക്കാനാ? ആ, അതിനാരാടി ഇത് തണുപ്പിക്കാൻ പോന്നെ? വെട്ടി തിളയ്ക്കും ഈ പാല്. അവളുടെ തലയിൽ ഒഴിക്കുന്നതിന് തൊട്ടു മുമ്പേ ഞാൻ ഇത് അടുപ്പിന്ന് ഇറക്കും. ആ, എന്നിട്ട് അമ്മ കൊണ്ടുപോയി ഒഴിക്കോ? ആ, അല്ല, അവളുടെ തലയിൽ ഒഴിക്കാൻ ആരാണോ തീരുമാനിച്ചിരിക്കുന്നത് അവര് തന്നെ ഒഴിക്കും. അതിനുള്ള സൂത്രങ്ങളൊക്കെ എനിക്കറിയാവടി മോളെ. ഇനി ഈ പാൽ അവളുടെ തലയിലും മുഖത്തൂടെയൊക്കെ ഒഴുകിയ നാളെ പൊള്ളി വീർത്ത ഒരു മാംസ കഷ്ണത്തിനെ നമുക്കിവിടെ കാണാം. നിനക്ക് തടസ്സം നിന്നവളുടെ പൊള്ളിയ മുഖം നിനക്ക് കാണണ്ടേ? കൃഷ്ണ